Good morning, dear students. Next, we will discuss membrane pump, carriers and channels. We will discuss the importance of cell membrane and associated discuss the types of transport mechanism, active transport in cell, primary active transport, secondary active transport, co-transport and counter transport. These topics നമ്മൾ കുറച്ച് വിശദമായിട്ട് പറയാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം സെൽ മെംബ്രെയിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാ സെൽസിലും സെൽ മെംബ്രെയിൻ ഉണ്ട്. അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ വാട്ട് എൻറ്റേഴ്സ് ആൻഡ് എക്സിസ്റ്റ് ദ സെൽ ടു മെയിൻറ്റെയിൻ ആൻ ഇന്റേണൽ ബാലൻസ് കാൾഡ് ഹോമിയോസ്റ്റാസിസ്. സെല്ലിനകത്തേക്കും പുറത്തേക്കും ആവശ്യമുള്ള സെല്ലിൻ്റെ ഹോമിയോസ്റ്റാസിസ് നിലനിർത്താൻ വേണ്ടി ആവശ്യമുള്ള വസ്തുക്കളെ മാത്രം കടത്തിവിട്ട് അതിൻ്റെ ഹോമിയോസ്റ്റാസിസ് നിലനിർത്തുന്നത് സെൽ മെംബ്രെയിൻ ആണ്. കൂടാതെ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ ദ സെൽ. സെല്ലിന് പ്രൊട്ടക്ഷനും സപ്പോർട്ടും നൽകുന്നതും ഈ പറഞ്ഞ സെൽ മെംബ്രെയിൻ ആണ്. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ നമ്മൾ പഠിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് എ ഡബിൾ ലെയർ ഓഫ് ലിപ്പിഡ് ബൈലെയർ. ഇറ്റ് ഈസ് ആൻ ഇലാസ്റ്റിക് 7.5 to 10 നാനോമീറ്റർ. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾമോസ്റ്റ് പ്രോട്ടീൻ കാൾഡ് മെംബ്രെയിൻ പ്രോട്ടീൻ. ഇതിനകത്ത് നിരവധി മെംബ്രെയിൻ പ്രോട്ടീനുകൾ കാണപ്പെടുന്നുണ്ട്. എബൌട്ട് സെൽ മെംബ്രെയിൻ്റെ ബാലൻസ് ആയിട്ട് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഒരു ലിപ്പിഡ് ബൈലെയർ ഉണ്ട്. 2 layers ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് ചേർന്നതാണ്. ഇത് കണ്ടെത്തിയത് ഗോർട്ടറും ഗ്രൻഡെല്ലുമാണ് 1925. ഫോസ്ഫേറ്റ് ഹെഡ് ഈസ് എ പോളാർ ആണ്, അത് വാട്ടർ ലവിങ് ഹെഡാണ്. ആൻഡ് ദ ഫാറ്റി ആസിഡ് ടെയിൽ ഈസ് എ നോൺ പോളാർ വാട്ടർ ഫിയറിങ് ടെയിലാണ്. പ്രോട്ടീൻസ് എംബഡഡ് ഇൻ മെംബ്രെയിൻ. ഈ പ്രോട്ടീൻസ് ഈ മെംബ്രെയിൻസിനകത്ത് നിരവധി പ്രോട്ടീനുകൾ എംബഡ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫോസ്ഫോലിപ്പിഡ്. ഇത് ഇങ്ങനെ ഇത് ചേർന്ന ഒരു ലിപ്പിഡ് ബൈലെയറിനുള്ളിൽ പ്രോട്ടീൻസുകൾ എംബഡ് ചെയ്ത് കാണപ്പെടുന്നു. ഇതാണ് ലിപ്പിഡ് ബൈലെയർ. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഹൈഡ്രോഫിലിക് എൻഡും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലുമാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോളാർ ഹെഡ് എന്ന് പറയുമ്പോൾ വാട്ടർ ലവിങ് എൻഡാണ്. വാട്ടറിൽ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുന്ന ഒരു നേച്ചറുള്ള ഭാഗമാണ് ഇവിടെ. പക്ഷേ അതിൽ ടെയിൽ എന്ന് പറയുമ്പോൾ ഹൈഡ് ഫ്രം വാട്ടറിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു റീജിയനാണ്. അപ്പോൾ ഇത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഇത് കൂടാതെ ഇവിടെ കാർബോഹൈഡ്രേറ്റ് സെൽ മാർക്കേഴ്സ് ഒക്കെ സെല്ലിൻ്റെ സർഫസിൽ അതും പിന്നെ കുറേ പ്രോട്ടീനുകളൊക്കെ അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. സെൽ മെംബ്രെയിൻ ഹാവ് പോഴ്സ്. ഇത് കൂടാതെ നമുക്ക് പറയാം സെൽ മെംബ്രെയിൻസിൽ നിരവധി പോറുകളുണ്ട്, ഹോളുകളുണ്ട്. ഈ ഹോളുകളൊക്കെ തന്നെ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. മീൻസ് അലോ സം മോളിക്യൂൾസ് ഇൻ ആൻഡ് കീപ്പ് അതർ മോളിക്യൂൾസ് ഔട്ട്. ചില മോളിക്യൂൾസുകളെ മാത്രം കടത്തിവിടുകയും ചിലതിനെ പുറത്ത് വിടുകയും ചെയ്യുന്ന സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ് സെല്ലിൻ്റെ സർഫസിലുള്ള ഈ ഹോളുകൾ. ഈ അതിൻ്റെ സ്ട്രക്ചർ തന്നെ ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള പർട്ടിക്കുലർ മോളിക്യൂൾസിനെ മാത്രം സെല്ലിൻ്റെ ഹോമിയോസ്റ്റാസിസ് നിലനിർത്താൻ വേണ്ടി കടത്തിവിടുന്ന ടൈപ്പിലുള്ളതാണ്. ഇനി ഇതിനകത്തൊരു നമ്മൾ പറഞ്ഞു ലിപ്പിഡ് ബൈലെയർ ഉണ്ട്, പ്രോട്ടീനുകളുണ്ട്, കാർബോഹൈഡ്രേറ്റ് ചെയിൻസ് ഉണ്ട്. ഇവിടെ ഈ നിരവധി ഇതിൻ്റെ ബൗണ്ടറിയിൽ നിരവധി ട്രാൻസ്പോർട്ട് പ്രോട്ടീനുകളുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വ്യക്തമാക്കുന്നത്. ഇൻ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ 70% ഓഫ് ദ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആണ്. പിന്നെ ഇതിനകത്ത് നിരവധി പമ്പുകളുണ്ട്. ദ ട്രാൻസ്ഫർ സബ്സ്റ്റൻസസ് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഓർ ഇലക്ട്രിക്കൽ ഗ്രേഡിയൻറ്റ്. കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തോട്ട് കൂടിയ സ്ഥലത്തു നിന്ന് മോളിക്യൂൾസിനെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഈ പമ്പുകൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ചില ചാനൽ പ്രോട്ടീനുകളുണ്ട്, അത് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാരിയർ പ്രോട്ടീനുകളുണ്ട്. അവ ഈ ട്രാൻസ്പോർട്ടിന് ഏതെങ്കിലും മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന ചില കാരിയർ പ്രോട്ടീനുകളുണ്ട്. അതുകൂടാതെ ചില എൻസൈമുകളുടെ ട്രാൻസ്പോർട്ടിന് ആവശ്യമായ എൻസൈം പ്രോട്ടീൻസ് ഉണ്ട്. മെംബ്രെയിൻ്റെ റിയാക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നവരാണ്. അതുപോലെ റിസപ്റ്റർ പ്രോട്ടീൻസ് ഉണ്ട്. കറക്റ്റായിട്ടുള്ള ഒരു സ്പെസിഫിക് ലിഗാൻഡ് ഉള്ള ചില അപ്രോപ്രിയേറ്റ് സൈറ്റുകളിലെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള റിസപ്റ്റർ പ്രോട്ടീനുകളും കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഫങ്ഷൻസ് ഓഫ് എ സെൽ മെംബ്രെയിൻ പറയുകയാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷൻ, സെലക്റ്റീവ് പെർമിയബിലിറ്റി, അബ്സോർപ്റ്റീവ് ഫംഗ്ഷൻ, എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, മെയിൻ്റനൻസ് ഓഫ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ സെൽ. ഇതൊക്കെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ഇനിയും നിരവധി ഫങ്ഷൻസുകളുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് ഈ മെംബ്രെയിൻ പ്രോട്ടീൻ്റെ സഹായത്താൽ
ഈ ഒരു മോളിക്യൂൾസ് സെല്ലിനകത്തേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നതൊക്കെ ഈ മെംബ്രെയിനാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഹൈലി സെലക്റ്റീവ് ഫിൽറ്റർ പെർമിറ്റ് ന്യൂട്രിയൻസ് ആൻഡ് ലീവ്സ് ദ വേസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ദ സെൽ. സെലക്റ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ പെർമിറ്റ് ചെയ്യുകയും സെല്ലിനകത്തുള്ള വേസ്റ്റുകളെ പുറത്ത് കളയുകയും ചെയ്യുന്നത് ഈ ട്രാൻസ്പോർട്ട് വഴിയാണ്. ഈ ട്രാൻസ്പോർട്ടാണ് സെല്ലിന് ഹോമിയോസ്റ്റാസിസ് നിലനിർത്താൻ സഹായിക്കുന്നത്. മേക്സ് സൈറ്റോസോൾ എൻവയോൺമെൻറ്റ് ടു ഡിഫറൻറ്റ്. ഈ ഒരു മെംബ്രെയിൻ ഉള്ളത് കൊണ്ടാണ് ആ സൈറ്റോസോളിനെ അതിൻ്റെ എൻവയോൺമെൻറ്റിൽ നിന്നും ഒരു പ്രത്യേക കവചം പോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇറ്റ് ഇസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ. കൂടാതെ ഒരു സെല്ലിനെ മറ്റൊരു സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതും ഈ മെംബ്രെയിനാണ്, ഈ ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ആണ്. ഇറ്റ്സ് ഡിറ്റക്ട് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് അറൈവിങ് അറ്റ് ദ സെൽ സർഫസ്. സെല്ലിൻ്റെ പുറത്ത് എത്തിച്ചേരുന്ന മെസ്സേജുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ സെൽ സർഫസിലുള്ള ചില മാർക്കേഴ്സൊക്കെയാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ട്രാൻസ്പോർട്ട് മെക്കാനിസം രണ്ട് തരത്തിലാണുള്ളത്, ആക്റ്റീവ് പ്രോസസ്സും പാസീവ് പ്രോസസ്സും. ആക്റ്റീവ് പ്രോസസ്സിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് പ്രൈമറി ട്രാൻസ്പോർട്ടും സെക്കൻഡറി ട്രാൻസ്പോർട്ടുമാണ്. പാസീവ് പ്രോസസ്സിനകത്ത് വരുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ബൾക്ക് ഫ്ലോ, ഫിൽട്രേഷൻ എന്നിങ്ങനെ നമുക്കിതിനെ തരംതിരിക്കാം. അപ്പോൾ ഡിഫ്യൂഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് മോളിക്യൂൾസിനെ ലോ കോൺസെൻട്രേഷനിലോട്ട് മോളിക്യൂൾസ് പാസ് ചെയ്ത് പോകുന്നു. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അതിൻ്റെ ഹയറസ്റ്റ് കോൺസെൻട്രേഷനിൽ നിന്ന് ലോവറിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. Solute transport is from the left to the right. Movement of solute is due to the concentration gradient. ഇവിടെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ മെംബ്രെയിൻസിൽ ചില മോളിക്യൂൾസ് ഇങ്ങനെ ഈ പറഞ്ഞ ഡിഫ്യൂഷൻ വഴിയാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ ഡിഫ്യൂഷൻ വഴി പാസ് ചെയ്യുന്ന ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ഗ്ലൂക്കോസും ഗാലക്ടോസും സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വിത്ത് സോഡിയം. അപ്പോൾ സോഡിയവുമായിട്ട് ഇവർ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി ഇപ്പം നമുക്ക് നോക്കാം, ഇവിടെ മോണോസാക്രൈഡുകളായിട്ട് മാറി ഇവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടന്ന് ഇവർ ടു ബ്ലഡ് കാപ്പിലറി ഓഫ് വില്ലസിൻ്റെ ബ്ലഡ് കാപ്പിലറിയിലോട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ന്യൂട്രിയൻസ് എങ്ങനെയാണ് നമ്മുടെ വില്ലയിലോട്ട്, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ വില്ലയിലോട്ട് അവർ അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസും ഗാലക്ടോസും ആണെങ്കിൽ നമ്മുടെ ഇവിടെ നമുക്കറിയാം, ഫ്രക്ടോസ് ഒക്കെ ആണെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി ഇവർ അകത്തോട്ട് അതിൻ്റെ ബ്ലഡ് കാപ്പിലറി അതിൻ്റെ വില്ലസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കയറുന്നതായിട്ട് കാണാം. ഇനി അമിനോ ആസിഡ്സ് ആണെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വിത്ത് സോഡിയം. അമിനോ ആസിഡുകൾ ഡിഫ്യൂഷൻ വഴി കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നു. അതുപോലെ ഡൈപെപ്റ്റൈഡും ട്രൈപെപ്റ്റൈഡ്സും ഒക്കെ അതും സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വിത്ത് ഹൈഡ്രജനുമായിട്ട് സെക്കൻഡറി ട്രാൻസ്പോർട്ട് വഴി ഇതിലോട്ട് കയറുന്നത് കാണാം. പിന്നെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഒക്കെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി കയറുന്നത് കാണാം. അപ്പം മിസെല്ലെ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്, അത് മോണോഗ്ലിസറൈഡ്സ് ആയിട്ട് മാറി സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ഇതിനകത്തേക്ക് കയറി വില്ലയ്ക്കകത്തേട്ട് ബ്രഷ് ബോർഡേഡ് എപ്പിക്കൽ സർഫസ് ആണ് ഇതിൻ്റെ, അതുവഴി അകത്ത് കയറി പിന്നീട് അത് ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ട് മാറിയിട്ട് അത് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കൈലോ മൈക്രോൺസ് ഫോം ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്സ്, ഡൈപെപ്റ്റൈഡ്, ട്രൈപെപ്റ്റൈഡ്, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഒക്കെ ഈ ഡിഫ്യൂഷൻ വഴി ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മോളിക്യൂൾ സൊല്യൂട്ടിന് എക്സാമ്പിൾസ് ആണ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഡിഫ്യൂഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ? ഇവിടെ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ പറയുന്നത് J is equal to minus dA x C1 minus C2 by T at a particular temperature. D diffusion coefficient, A surface area, C1 and C2 concentration on either side. അപ്പോൾ ലിപ്പിഡ് solubility minus, it is the major determinant in the ഫാർമക്കോകൈനറ്റിക്സ് ഓഫ് എ ഡ്രഗ്. അപ്പോൾ ഡ്രഗിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ട് നമ്മൾ നോക്കുന്നത് അതിൻ്റെ സോളിബിലിറ്റി ഒക്കെ നിശ്ചയിക്കുന്നത് ഈ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ നോക്കിയിട്ടാണ്. അപ്പോൾ ഒരു ഫിക്സ് ലോ എന്ന് പറയുന്ന ഒരു ഡിഫ്യൂഷൻ്റെ ഒരു ലോ ആണ്. ഈ ലോ അനുസരിച്ചിട്ടാണ് ഈ ചില മോളിക്യൂൾസൊക്കെ ലിപ്പിഡൊക്കെ സോളിബിലിറ്റി അല്ലെങ്കിൽ ചിലതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഡിഫ്യൂഷൻ റേറ്റിനെ ഇഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസ്റ്റൻസ്, മോളിക്കുലാർ സൈസ്, ടെമ്പറേച്ചർ, സ്റ്റീപ്നെസ് ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, മെംബ്രെയിൻ സർഫസ് ഏരിയ. ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ദ ഷോർട്ടർ ദ ഡിസ്റ്റൻസ് ദ മോർ ക്വിക്കലി ഗ്രേഡിയൻസ് ആർ എലിമിനേറ്റഡ്.
ദൂരം കുറയുന്നതനുസരിച്ച് അവരുടെ ഗ്രേഡിയൻസ് കുറയും. ഫ്യൂ സെൽസ് ആർ rather than 125 മൈക്രോൺ ഫ്രം എ ബ്ലഡ് വെസൽ. അതുപോലെ പിന്നെ മോളിക്കുലാർ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയൺസ് ആൻഡ് സ്മോൾ മോളിക്യൂൾസ് ഡിഫ്യൂസ് മോർ റാപ്പിഡ്ലി. അയൺസും ചെറിയ മോളിക്യൂൾസും ഒക്കെ ഈസി ആയിട്ട് അപ്പുറത്തോട്ട് കടന്നു പോകും. ടെമ്പറേച്ചർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാൽ പാർട്ടിക്കിൾസിൻ്റെ മോഷൻ സ്പീഡിൽ നടക്കും. സ്റ്റീപ്നെസ് ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, ലാർജർ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, ലാർജർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കൂടിയിരുന്നാൽ ഡിഫ്യൂഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. ഇനി മെമ്പറിൻ്റെ സർഫസ് ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലാർജർ ദ ഏരിയ ഫാസ്റ്റർ ഡിഫ്യൂഷൻ പ്രോസസ്. ഏരിയ കൂടുന്നതനുസരിച്ച് ഡിഫ്യൂഷൻ ഫാസ്റ്റായിട്ട് നടക്കും. ഇനി ഡിഫ്യൂഷൻ അക്രോസ് മെമ്പറൈൻ. ഇനി നമുക്ക് നോക്കാം മെമ്പറൈൻസിൻ്റെ ഇടയ്ക്കുള്ള ഡിഫ്യൂഷനെ നോക്കാം. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ, ഇപ്പോൾ ഇതൊക്കെയാണ് ഡിഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി മെമ്പറൈൻസിൽ എങ്ങനെയാണ് ഡിഫ്യൂഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. മെമ്പറൈൻസിൽ സാധാരണ ഉള്ള ഡിഫ്യൂഷൻ സിമ്പിൾ ഡിഫ്യൂഷനും ചാനൽ മീഡിയേറ്റഡ് ഡിഫ്യൂഷനുമാണ്. അതിൽ സിമ്പിൾ ഡിഫ്യൂഷൻ നമുക്ക് നോക്കാം. ലിപ്പോഫിലിക് സബ്സ്റ്റൻസസ് ക്യാൻ എൻ്റർ സെൽസ് ഈസിലി ബിക്കോസ് ദേ ഡിഫ്യൂസ് ത്രൂ ദ ലിപ്പിഡ് പോർഷൻ ഓഫ് ദ മെമ്പറൈൻ. അപ്പോൾ ലിപ്പോഫിലിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് തന്നെ മെമ്പറൈനിൽ കൂടെ പാസ് ചെയ്യും, കാരണം ഡിഫ്യൂഷൻ നടക്കും. കാരണം നമുക്കറിയാം മെമ്പറൈൻ്റെ സർഫസിൽ ലിപ്പിഡ് പോർഷൻ ഉണ്ട്, അതുവഴി പെട്ടെന്ന് തന്നെ അത് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ടിന് സഹായിക്കും. എക്സാമ്പിൾസ് ഓഫ് ഫാറ്റി ആസിഡ്സ്, സ്റ്റിറോയിഡ്സ്, ആൽക്കഹോൾ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് യൂറിയ. ഇനി ചാനൽ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ ആകുമ്പോൾ മെമ്പറൈൻ ചാനൽസ് ആർ ട്രാൻസ്മെമ്പറൈൻ പ്രോട്ടീൻ only 0.8 nanometer in diameter, used by ions, very small water soluble compounds, much more complex than simple diffusion. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷനെ അപേക്ഷിച്ച് കോംപ്ലക്സ് ആണ് ഈ ചാനൽ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോൾ ആർ ദർ ഇനഫ് ചാനൽസ് അവൈലബിൾ? നമുക്ക് നോക്കാം ഇനി എത്ര ചാനൽസ് അവൈലബിൾ ആണ്. സൈസ് ആൻഡ് ചാർജ് ഓഫ് ദ അയൺ അഫക്റ്റ് വിച്ച് ചാനൽസ് ഇറ്റ് ക്യാൻ പാസ് ത്രൂ. അപ്പോൾ ആ പാസ് ചെയ്ത് വരുന്ന അയണിൻ്റെ ആ ഒരു ഘടന അല്ലെങ്കിൽ അതിൻ്റെ സൈസ് അനുസരിച്ച് ഈ പറഞ്ഞ ഇതിലൊക്കെ വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ കഴിയും. ഇനി നമുക്ക് നോക്കാം പ്ലാസ്മ മെമ്പറൈൻ വഴി ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ ആണെങ്കിൽ സൈറ്റോപ്ലാസത്തിലുള്ള ലിപ്പിഡ് സോളുബിൾ സോല്യൂട്ട്സ് പെട്ടെന്ന് തന്നെ ഇതിൽ ഡിഫ്യൂഷൻ നടന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സൈറ്റോപ്ലാസത്തിലോട്ട് പാസ് ചെയ്ത് വരുന്നത് കാണാം. ഇനി ചാനൽ മീഡിയേറ്റഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിൽ ചാനൽ പ്രോട്ടീനുകളുണ്ട്, ആ പ്രോട്ടീൻ്റെ സഹായത്താൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ട് സൈറ്റോപ്ലാസത്തിനകത്തോട്ട് വരുന്ന കാണാം. അപ്പോൾ ഇത് സ്മോൾ ലിപ്പിഡ് ഇൻസോളുബിൾ സൊല്യൂട്ടുകളാണ്. ഇനി കാരിയർ മീഡിയേറ്റഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിൽ ചില കാരിയർ പ്രോട്ടീനുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ട ചാനൽ എന്ന് പറഞ്ഞത് ഒരു ചാനൽ പോലെയാണ് ഈ പ്രോട്ടീൻ ഇരിക്കുന്നത്. എന്നാൽ കാരിയർ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വരുന്ന ലിപ്പിഡ് സോളുബിൾ സൊല്യൂട്ടിൻ്റെ ആകൃതിയെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കാരിയേഴ്സാണ് ഇവർ. അപ്പോൾ ഇവിടെ ലിപ്പിഡ് സോളുബിൾ സൊല്യൂട്ട് വന്നു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ, അത് ഈ കാരിയർ പ്രോട്ടീൻ്റെ സഹായത്താൽ നമ്മുടെ സൈറ്റോപ്ലാസത്തിനകത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് കാണാൻ കഴിയും. അടുത്തതാണ് ഓസ്മോസിസ്. ഓസ്മോസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓസ്മോസിസ് ഈസ് ദ പ്രോസസ് ഓഫ് മൂവിങ് വാട്ടർ അക്രോസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ ടുവേഴ്സ് അയൺ ഓർ സൊല്യൂട്ട് റിച്ച് റീജിയൻ ഇൻ എ സൊല്യൂഷൻ. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം വാട്ടർ മൂവ് ചെയ്യുകയാണ് ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിൽ കൂടെ അയൺസോ സൊല്യൂട്ടോ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും ഇങ്ങനെ ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിൽ കൂടെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഡയലൂട്ട് ഷുഗർ സൊല്യൂഷൻ വാട്ടർ മോർ കോൺസെൻട്രേറ്റഡ്. നമുക്കറിയാം ഒരു ഷുഗർ സൊല്യൂഷൻ ഹൈലി കോൺസെൻട്രേഷൻ ആണ്. ആ ഷുഗർ സൊല്യൂഷൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഷുഗർ മോളിക്യൂൾസ് കൂടുതലും വാട്ടറിൻ്റെ അളവ് കുറവുമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ഈ ഇവിടെ കോൺസെൻട്രേഷൻ ഇരിക്കുന്നത് എപ്പോഴും കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ വാട്ടർലെസ് കോൺസെൻട്രേറ്റ്, വാട്ടറിൻ്റെ അളവ് കുറവാണ്, ഷുഗർ മോളിക്യൂൾസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഈ മോളിക്യൂൾസ് പുറത്തോട്ട് അതിൻ്റെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുതലായിട്ട് ഈ വാട്ടർ ഉള്ള സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നു. അപ്പം ഇവിടെ കോൺസെൻട്രേഷൻ നമുക്ക് നോക്കാം, ഈ വാട്ടർ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ വാട്ടർ സൊല്യൂഷൻ കുറഞ്ഞ സ്ഥലത്തോട്ട് സോൾവെൻറ്റിൻ്റെ അളവ് ഇവിടെ കുറവാണ്, കുറഞ്ഞ സ്ഥലത്തോട്ട് സോൾവെൻ്റ് അങ്ങോട്ട് സെമി പെർമിയബിൾ മെമ്പറൈൻ വഴി മൂവ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഇതിൻ്റെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കുറവായതുകൊണ്ടാണ് ഇവിടെ കോൺസെൻട്രേഷൻ ഷുഗർ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കാൻ കാരണം.
പക്ഷേ ഇവിടെ കോൺസെൻട്രേഷൻ കൂടാൻ കാരണം ഇവിടെ ഷുഗറിൻ്റെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ വാട്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് കാണാം. അതാണ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ അക്രോസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഇനി ഓസ്മോട്ടിക് പ്രഷർ നോക്കാം. ദ എമൗണ്ട് ഓഫ് പ്രഷർ ദാറ്റ് ക്യാൻ പ്രിവെൻറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഫ്രം അനദർ റീജിയൻ വിച്ച് ഈസ് പാർട്ടീഷൻഡ് ബൈ ദ പെർമിയബിൾ മെമ്പറൈൻ. കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ പ്ലാസ്മ മെമ്പറൈൻ ഈസ് 25 mm മെർക്കുറിയാണ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിൽ കൂടി ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓസ്മോട്ടിക് പ്രഷർ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഓസ്മോളാരിറ്റിയും ടോണിസിറ്റിയും നമുക്ക് നോക്കാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഓസ്മോസിസും സെല്ലും നോക്കാം. ഓസ്മോസിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ലാർജ് വോളിയം ചേഞ്ചസ് കോസ്ഡ് ബൈ വാട്ടർ മൂവ്മെൻറ്റ് ഡിസ്ട്രപ്റ്റ് നോർമൽ സെൽ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു മറ്റൊരു തരത്തിലുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ വാട്ടർ കൂടുതലായിട്ട് സെല്ലിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് സെല്ലിൻ്റെ നോർമൽ ഫംഗ്ഷനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. സെൽ ഷ്രിങ്കേജ് ഓർ സ്വെല്ലിങ്, സെല്ലിനകത്ത് ഷ്രിങ്കേജും സെല്ലിങ്ങും നടക്കാം വാട്ടർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ അളവനുസരിച്ച് ഇതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഐസോട്ടോണിക്കും ഹൈപ്പർട്ടോണിക്കും ഹൈപ്പോട്ടോണിക്കും എന്ന്. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സെൽ നെയ്തർ ഷ്രിങ്ക് നോർ സ്വെല്ല്, അതിനകത്ത് സൊല്യൂട്ടും സോൾവൻറ്റ് പാർട്ടിക്കിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൽ കിടക്കുന്ന സെല്ല് ഷ്രിങ്ക് ചെയ്യുകയോ സ്വെല്ല് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ സെല്ല് ഷ്രിങ്ക് ചെയ്യും, അവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന മോളിക്കിൾസിൻ്റെ അളവ് കൂടുതലും വാട്ടറിൻ്റെ അളവ് കുറവുമായിരിക്കും. അത് ഹൈപ്പർട്ടോണിക് ആണ്. അതിലുള്ള സെല്ലുകൾ ഷ്രിങ്ക് ചെയ്യും. ഇനി ഹൈപ്പോട്ടോണിക് മീൻസ് സെല്ല് സ്വെല്ല് ചെയ്യും, അവിടെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മോളിക്കിൾസ് കുറവും വാട്ടർ കണ്ടന്റ് കൂടുതലുമാണ്. അങ്ങനെ സെല്ല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക്. ഇങ്ങനെ നമുക്ക് ഓസ്മോസിസിൻ്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഫക്ട്സ് ഓഫ് ടോണിസിറ്റി ഓൺ RBC, ഈ ടോണിസിറ്റി എങ്ങനെയാണ് RBC ഇഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസിൽ ഇട്ടാൽ RBC സ്വെല്ല് ചെയ്യും, ഐസോട്ടോണിക്കിൽ RBC നോർമൽ ഇരിക്കും. ഇപ്പോൾ നമുക്ക് ഇതാണ് നോർമൽ RBC. അപ്പോൾ സൊല്യൂട്ടും സോൾവൻറ്റ് കോൺസെൻട്രേഷനും കറക്റ്റായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ സെല്ലിന് അതിൻ്റെ നോർമൽ അവസ്ഥയിൽ നിൽക്കാൻ പറ്റൂ. ഇവിടെ സൊല്യൂട്ട് കുറഞ്ഞ് സോൾവൻറ്റ് കൂടിക്കഴിഞ്ഞാൽ സെല്ലിനകത്തേക്ക് വാട്ടർ കയറുകയും സെല്ല് ഹൈപ്പോട്ടോണിക്കായിട്ട് ബേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ സൊല്യൂട്ട് കുറഞ്ഞ് സോൾവൻറ്റ് കുറഞ്ഞിട്ട് സൊല്യൂട്ട് മോളിക്കിൾസ് കൂടിക്കഴിഞ്ഞാലും സെല്ല് ഷ്രിങ്ക് ചെയ്യും, കാരണം ഇതിന് ചുറ്റും സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും, സെല്ലിനകത്തിരിക്കുന്ന വാട്ടർ മോളിക്കിൾസ് സെല്ലിനകത്ത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കുറവായതും സോൾവൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വാട്ടർ വെളിയിലേക്ക് പോകും. അങ്ങനെ പോകുന്നത് മൂലം സെല്ല് ഷ്രിങ്ക് ചെയ്യാനുള്ള കാരണവുമാകും. അപ്പം ഇതാണ് ഇഫക്ട്സ് ഓഫ് ടോണിസിറ്റി ഓൺ RBC. ഇപ്പോൾ ടോണിസിറ്റി എന്ന് പറഞ്ഞാൽ ടോണിസിറ്റി എബിലിറ്റി ഓഫ് എ സൊല്യൂഷൻ ടു അഫക്റ്റ് ഫ്ലൂയിഡ് വോളിയം ആൻഡ് പ്രഷർ വിത്തിൻ ദ സെല്ല്. ഒരു സൊല്യൂഷൻ്റെ എഫക്റ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു സെല്ലിനകത്തുള്ള പ്രഷർ വോളിയത്തിൽ വ്യത്യാസം വരുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ആൻഡ് പെർമിയബിലിറ്റി ഓഫ് സൊല്യൂട്ട്. അത് നമുക്ക് കോൺസെൻട്രേഷനെ ആശ്രയിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ സൊല്യൂട്ടിൻ്റെ പെർമിയബിലിറ്റിയും. ഇതിൻ്റെ ടോണിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 പ്രധാനപ്പെട്ട സൊല്യൂഷൻസ് ആയിട്ട് എല്ലാത്തിനെയും തരംതിരിക്കാം. ഐസോട്ടോണിക്കും ഹൈപ്പോയും ഹൈപ്പർട്ടോണിക്കും. ഐസോയിൽ സൊല്യൂട്ടും സോൾവൻറ്റും തുല്യമായിരിക്കും, സെയിം സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, സോ ദാറ്റ് ഓഫ് ദ സൈറ്റോസോൾ ആൻഡ് നോർമൽ സെൽ. ഇനി ഹൈപ്പോട്ടോണിക് എന്ന് പറയുമ്പം ലോവർ ആയിരിക്കും സൊല്യൂട്ട് പാർട്ടിക്കിൾ, സോൾവൻറ്റ് കൂടുതലായിരിക്കും. ഹൈപ്പർ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് കൂടുതലും സോൾവൻറ്റ് കുറവുമായിരിക്കും. ഇനി ഒരു ട്രാൻസ്പോർട്ടാണ് വെസിക്കുലർ ട്രാൻസ്പോർട്ട്. ഇറ്റ് ഈസ് എ ട്രാൻസ്പോർട്ട് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് സബ്സ്റ്റൻസസ് മൂവിങ് അക്രോസ് പ്ലാസ്മ മെംബ്രെയിൻ. ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, എൻഡോസൈറ്റോസിസും എക്സോസൈറ്റോസിസും. ഇത് നമ്മുടെ ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടാണ്. പ്ലാസ്മ മെംബ്രെയിനകത്ത് ഒരു ഇൻട്രാസെല്ലുലർ വെസിക്കിൾ ഉണ്ടായി ആ വെസിക്കിൾ വഴി ട്രാൻസ്പോർട്ട് നടത്തുന്നു. അങ്ങനെ ഇതൊരു 2 ടൈപ്പിലുള്ള ഒരു പ്രത്യേക വെസിക്കുലർ ട്രാൻസ്പോർട്ടാണ്. എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആർ ടേക്കൺ വിത്ത് ഫോമിങ് ദ വെസിക്കിൾ ഇൻ ടു ദ സെൽ. അപ്പോൾ ഒന്നിച്ച് കുറേ പാർട്ടിക്കിൾസിനെ ഒരു വെസിക്കിളിനകത്താക്കി സെല്ലിനകത്തോട്ട് കൊടുക്കുന്നു. എൻഡോസൈറ്റോസിസ് ആണ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഫാഗോസൈറ്റോസിസ്, പിനോസൈറ്റോസിസ്. ഇതിനെ നമുക്ക് ഫാഗോസൈറ്റോസിസ് എന്നും പിനോസൈറ്റോസിസ് എന്നും തരംതിരിക്കാം. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച്
the large number of particles are engulfed into the cell. ഫാഗോസൈറ്റോസിസ് വഴി ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ സെല്ലിനകത്തോട്ട് എൻഗൾഫ് ചെയ്യും. പിനോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ദ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിച്ച് ആർ സോളബിൾ ഇൻ വാട്ടർ ആർ ടേക്കൺ ഇൻ ടു ദ സെൽ. അപ്പോൾ അത് കുറേ പാർട്ടിക്കിൾസിനെ സോളബിൾ ആക്കിയിട്ട് സെല്ലിനകത്തോട്ട് എടുക്കും. ഇതാണ് എൻഡോസൈറ്റോസിസിനകത്ത് വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് പ്രോസസ്സ്. ഇതാണ് എൻഡോസൈറ്റോസിസ്. ഇനി അടുത്തതാണ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് ഉണ്ട്. ഇതൊരു സെലക്റ്റീവ് പ്രോസസ്സാണ്. ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് വെസിക്കിൾസ് അറ്റ് സർഫസ് ഓഫ് മെംബ്രെയിൻ. മെംബ്രെയിൻ്റെ പുറത്ത് കുറേ വെസിക്കിൾസ് ഉണ്ട്, അതാണ് ഇതിന് സഹായിക്കുന്നത്. വെസിക്കിൾസ് കണ്ടെയ്ൻ റിസപ്റ്റേഴ്സ് ഓൺ ദെയർ മെംബ്രെയിൻ. വെസിക്കിൾസ് കണ്ടെയ്ൻ സ്പെസിഫിക് ടാർഗറ്റ് മോളിക്യൂൾ ഇൻ ഹൈ കോൺസെൻട്രേഷൻ. അതിനകത്ത് പ്രധാനമായിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ക്ലാത്രിൻ കോട്ടഡ് വെസിക്കിൾ ഇൻ സൈറ്റോപ്ലാസം. അപ്ടേക്ക് ഓഫ് LDL ഫ്രം ബ്ലഡ് സ്ട്രീം. നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് LDL കൊളസ്ട്രോളിനെ അബ്സോർബ് ചെയ്യുന്നത് ഈ ക്ലാത്രിൻ കോട്ടഡ് വെസിക്കിളാണ്. If receptors are lacking, LDLs accumulate and hypercholesterolемia develop. അപ്പോൾ ഇതിൻ്റെ റിസപ്റ്റേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ LDL നമ്മുടെ കൂടിക്കഴിഞ്ഞിട്ട് അക്യുമുലേറ്റ് ചെയ്യുകയും സൈറ്റോപ്ലാസ്റ്റിൽ അത് ഈ പറഞ്ഞ ഒരു കണ്ടീഷന് കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. നമുക്ക് നോക്കാം. സെല്ലിനകത്തൊക്കെ എക്സ്ട്രാ സെല്ലുലർ മോളിക്യൂൾസിൽ നിന്ന് റിസപ്റ്ററിലോട്ട് ഇതെല്ലാം LDL വന്നത് പിറ്റ് ചെയ്യുന്നു. ക്ലാത്രിൻ മോളിക്യൂൾസുമായിട്ട് പിറ്റ് ചെയ്ത് extracellular molecules bind to receptors on plasma membrane. Receptors cluster together. Plasma membrane zinc inward forms clathrin coated pit. കണ്ടോ, pit separate from plasma membrane forms clathrin coated vesicle containing concentrated molecules from ECF. extracellular fluidൽ നിന്ന് ഇതിനെ LDLനെ എല്ലാം വലിച്ച് അകത്തോട്ട് എടുക്കുന്നു. ഇതാണ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. അപ്പോൾ മെക്കാനിസം ഓഫ് ഫാഗോസൈറ്റോസിസ് പറയുന്നത് the cell membrane invaginate the material from extracellular fluid. It is pinched off from the membrane and takes the material into intracellular fluid. എക്സ്ട്രാസെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് മെറ്റീരിയൽസിനെ അകത്തോട്ടാക്കുന്നതാണ് ഈ ഫാഗോസൈറ്റോസിസ്. The phagocytic cells such as macrophage may be attracted to a particle like a bacteria or virus by chemical attractant. നമ്മുടെ ശരീരത്തിനകത്ത് കയറുന്ന ബാക്ടീരിയ പോലുള്ള പാർട്ടിക്കിൾസിന്, ആൻറ്റിജൻസിനെ ഈ പറഞ്ഞ രീതിയിലുള്ള ഫാഗോസൈറ്റിക് സെൽ വന്ന് എൻഗൾഫ് ചെയ്ത് അകത്ത് കൊണ്ടുപോയി നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.